നമ്മോടൊപ്പം ഉള്ളത് ഒരുപക്ഷെ ഇത്രയധികം സൗമ്യനായിട്ട് നമുക്ക് മുന്നിൽ ഒരു നടൻ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വൈകുന്നേരത്തിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു കാലത്ത് നമ്മെ ചിരിപ്പിക്കുകയും ചിരിയുടെ ഒരു രസകരമായ സാന്നിധ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത നടൻ ഇന്നൊരു പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ ഒരു നായകൻ എന്നുള്ള നിലയിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അസാധാരണമായ അഭിനയശേഷിയുള്ള, അപ്പോൾ തന്നെ ഈ താരപരിവേഷം ഒക്കെ ഇല്ലാതെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നു, നിൽക്കുന്നു, നമ്മോടൊപ്പം നടക്കുന്നു. നടനല്ല നാട്ടുകാരൻ എന്നുള്ളതാണ് ഈ ഒരു സെഷന് പേരിട്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് രണ്ട് തരത്തിൽ കാണാം. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഈ നാട്ടിലുള്ള ഒരാളായിട്ടാണ്, നടനായിട്ടല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒന്ന്, എന്താണ് നടൻ എന്നുള്ളതിലൊരു പ്രത്യേകതയുള്ളത്, നാട്ടുകാരിൽ ഒരാൾ അല്ലേ എന്നുള്ള ഈ രണ്ട് അർത്ഥങ്ങൾ ഇതിൽ കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ആത്മകഥ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ദ്രധനുസ്. ഒരുപക്ഷെ മലയാളി വായന സാഹിത്യത്തിനും വായനക്കാർക്കും വലിയൊരു അനുഭവത്തിൻ്റെ മുതൽക്കൂട്ടായിരിക്കും ആ ആത്മകഥ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആത്മകഥയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ ആത്മകഥയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടോ? ഉണ്ട്, എല്ലാ കാര്യങ്ങളും. അതായത് നമ്മൾ ഈ ആത്മകഥ എന്നൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ മറച്ചു വെക്കില്ലേ? എല്ലാ കാര്യങ്ങളും എത്രത്തോളം പറയാൻ ശ്രമിക്കുന്നുണ്ട്? നെറ്റി ചുളിക്കാത്തതെല്ലാം പറയാം, നാണം തോന്നാത്തതൊക്കെ പറയാം. അതായത് ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു സെക്സ്, പ്രണയത്തോടുള്ള താല്പര്യങ്ങൾ, അതൊക്കെ ചേരുമ്പോഴാണല്ലോ ജീവിതം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പം നാണം തോന്നാത്ത സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പ്രണയമൊക്കെ അതിൽ നിന്ന് വിട്ടുപോകുമോ? അല്ലെങ്കിൽ അല്ല, പ്രണയം ഭയങ്കര മനോഹരമായ കാര്യമല്ലേ? അതെനിക്കങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല, അതിനുള്ള രൂപമല്ലല്ലോ എനിക്ക്. പക്ഷേ ഞാൻ കുറച്ചിട്ടൊന്നുമില്ല, അപൂർവമായിട്ടൊക്കെ ഞാനും പ്രണയിച്ചിട്ടുണ്ട്, അത് ഞാൻ അതേപോലെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു അനുഭവത്തിൽ ഈ കുട്ടിക്കാലത്ത് ഒരുപക്ഷെ പ്രണയത്തിന് വേണ്ടിയിട്ട് ആത്മകഥ എഴുതുന്നതുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആത്മകഥ അവരവരെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണല്ലോ. ഒരു സിനിമ ഒരാൾ സംവിധാനം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നൊരു വേഷം അഭിനയിക്കുന്നു. പക്ഷേ ഒരാൾ എഴുത്തുകാരനായിരിക്കുമ്പോൾ തൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും ദുഃഖം തോന്നിയ, മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉരുകിപ്പോയ സന്ദർഭം ഏതാണ് ഓർമ്മിക്കുന്നത്? ശരിക്കും അങ്ങനെ ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. കാരണം മാറ്റി നിർത്താൻ വേണ്ടി ഞാൻ ആരോടും അടുത്തിട്ടില്ല. എനിക്ക് എങ്ങനെയോ വളരെ ചെറുതിലേ തന്നെ ഒരു ഉടഞ്ഞ കണ്ണാടിയെങ്കിലും വീട്ടിലുണ്ടായിരുന്നു, എനിക്ക് എന്നെ കാണാമായിരുന്നു. അതെൻ്റെ ഗ്രാമം, എൻ്റെ നാട് എന്നെ രൂപപ്പെടുത്തിയത് അങ്ങനെ ആയിരുന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പിന്നിലോട്ടേ നിന്നിട്ടുള്ളൂ. മുന്നിൽ എപ്പോഴോ പഠിക്കുന്ന സമയത്ത് എത്തിയപ്പോഴും എന്നെ പിന്നിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സുഖം ഞാൻ അനുഭവിച്ചത് കൊണ്ട് തന്നെ ഒരിടത്തും എന്നെ അങ്ങനെ ഒഴിവാക്കി നിർത്തിയിട്ടില്ല. ഞാൻ കാണക്കെ അങ്ങനെ ഒഴിവാക്കിയായിട്ട് കേട്ടിട്ടുമില്ല. ഞാൻ അങ്ങനെ തന്നെ നിന്നിട്ടുള്ളൂ. എനിക്ക് ആ കാര്യത്തിൽ വിഷമം തോന്നിയിട്ടില്ല. ഒരു എന്തോ ഞാനും ആലോചിക്കും, എനിക്ക് അങ്ങനെ ഒരുപാട് പേര് കഥ അങ്ങനെ പറയുന്ന കേൾക്കാം, പക്ഷെ അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതായത് പിന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഭയങ്കരമായിട്ട് നടനായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുക, നാടകത്തിലേക്ക് പോവുക, തൻ്റെ ഉള്ളിലുള്ള ഇന്ന് എത്തിച്ചേർന്ന ഈ ഒരു നായക ജീവിതത്തിലേക്ക്
താൻ എപ്പോഴെങ്കിലും എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷ, അങ്ങനെ പ്രതീക്ഷാ നിർഭരമായ ഒരു കാത്തിരിപ്പായിരുന്നു ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഒരു ജീവിതത്തിൽ. അതായത് പിന്നിൽ നിൽക്കുക, എപ്പോഴെങ്കിലും താൻ മുന്നിലെത്തുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അന്നേ ഉണ്ടായിരുന്നോ? അഭിനയിക്കാൻ പറ്റും, നടനാവണം എന്നിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. മുന്നിൽ എത്തിയിട്ടൊന്നുമില്ല, ശ്രമിച്ചുകൊണ്ട് നിൽക്കണതേ ഉള്ളൂ. എങ്കിലും ഞാൻ ഒരു ഒരു ചെറുതിലേക്ക് ഈ നാടകം കൊതിപ്പിച്ച് ഇങ്ങനെ ഓരോ നടന്മാരും KPSC സാംബശിവനും അങ്ങനെ ഉത്സവപ്പറമ്പ് കൊതിപ്പിച്ചത് കാരണം ചേട്ടന്മാർ അവിടെ അന്നത്തെ നമ്മുടെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത ഈ വായനശാലയും നാടകവും റിഹേഴ്സലും ഒക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാനും ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിലേക്കൊരു വഴി തന്നത് എൻ്റെ തൊഴിലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ പ്രേം നസീറിനെയും മൗസാറിനെയൊക്കെ കണ്ട് ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും എനിക്ക് നല്ല തയ്യക്കാരനായി നല്ല തയ്യക്കടയൊക്കെ തുടങ്ങി അങ്ങനെ കാശുണ്ടാക്കിയിട്ട് വയസ്സാവുമ്പോഴെങ്കിലും ഒരു നാടക ട്രൂപ്പ് തുടങ്ങി മെയിൻ വേഷം ചെയ്യണം, ഇങ്ങനെയൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതിനുള്ള ശ്രമമുണ്ടായിരുന്നു. പക്ഷെ സിനിമയിൽ ഓരോ പ്രാവശ്യവും അടുക്കും തോറും അപ്പോൾ ഈ തയ്യൽക്കാരനൊരു ഒരു ചാൻസ് വസ്ത്രാലങ്കാരം എന്ന് പറഞ്ഞാൽ സാധാ ഒരു നാടൻ തയ്യൽക്കാരന് പറ്റുന്നതാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആവേശം കൂടി. പിന്നെ അതിൻ്റെ ഓരം ചേർന്ന് നടക്കാൻ പറ്റുമല്ലോ, എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എനിക്ക് ഇത്തിരി ഇടം മതിയല്ലോ, ഒന്നുകൂടെ കയറാമെന്നൊരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ശ്രമത്തിൽ ഇച്ചിരിയൊക്കെ തെളിഞ്ഞ് കിട്ടുന്നുണ്ട്, ഇത്തിരി ഗ്രൂപ്പിലേക്ക് നിൽക്കാം, കൂട്ടത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. നല്ല നടനാവണം. അത് ഇപ്പോൾ ഇന്ദ്രൻസ് ചേട്ടനെ അടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഈ വളരെ വലിയൊരു ജീവിതാനുഭവം ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ലാളിത്യം. പക്ഷേ ഈ വിനയം എന്ന് പറയുന്നത്, എന്നോടൊന്നും വിചാരിക്കരുത്, ഒരു അഭിമുഖത്തിൻ്റെ കാര്യത്തിൽ ഞാൻ തുറസായി ചോദിക്കുന്ന ഒരാളാണ്. ഇല്ല സാർ, അങ്ങനെ വിളിക്കാനേ പാടില്ല. പിന്നെ ഈ ലാളിത്യം, വിനയം എന്ന് പറയുന്നത് ഒരു അടവ് നയമാണോ? അതായത് വിനയത്തിലിരിക്കുക, പിറകോട്ടി വരിക, എന്നിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള നിലയിൽ ചിലപ്പോൾ വിനയം എന്നുള്ളത് ഒരു അടവ് നയമായിട്ട് എടുക്കാറുണ്ടോ? ഇപ്പം ഞാൻ അതിനെ വിശകലനം ചെയ്തപ്പോൾ അതൊരു തന്ത്രമായിരുന്നില്ലേ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം അത് എന്നോ ഞാൻ ശീലിച്ചൊരു കള്ളത്തരമാണ്. എങ്ങനെയെന്ന് ഒഴിഞ്ഞ് കാരണം ഞാൻ സണ്ട പറഞ്ഞില്ല. അപ്പോൾ അതങ്ങനെ അങ്ങനെ അങ്ങനെ ശീലമായി. ഇപ്പോൾ കള്ളത്തരമല്ല, അതങ്ങ് പഠിച്ചു. അപ്പോൾ ഈ കള്ളത്തരം എന്ന് അത് ചിലപ്പോൾ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് അതൊരു നല്ല കാര്യമാണ്. വിനയം, ലാളിത്യം എന്ന് പറയുന്നത് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ട് വരാം. പക്ഷേ വിനയമില്ലാത്ത ഒരുപാട് പേര് അധികാരത്തിലുണ്ട്. അപ്പോൾ ഈ അധികാരത്തിലിരിക്കുന്ന മനുഷ്യരെ നടൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? നമ്മോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ നമ്മെ ഭരിക്കുന്നവർ നമ്മോട് തോന്നുന്ന നമ്മളോടുള്ള ഈ പെരുമാറ്റത്തിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ, നാട്ടുകാരൻ എന്ന നിലയിൽ, പൗരൻ എന്നുള്ള നിലയിൽ എന്താണ് തോന്നാറുള്ളത്? ചില നേതാക്കന്മാരുടെ പെരുമാറ്റങ്ങൾ, അത് ഇന്ന രാഷ്ട്രീയക്കാർ എന്നൊന്നുമില്ല, ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. നമുക്കൊരു ചിരിച്ച മുഖം കാണുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. അപ്പം നമുക്ക് എന്ത് തന്നാലും തന്നില്ലെങ്കിലും അടിയിലൂടെ എന്ത് പണിയെടുത്താലും അല്ലെങ്കിൽ നേരിട്ട് തുറന്ന് സഹകരിച്ചാലും അത് നമ്മളിൽ സമൂഹത്തിൽ ചെലുത്തുന്ന ഒരു വിഷയമുണ്ടല്ലോ, അത് നമ്മളിൽ എത്തുമ്പോഴത്തേക്ക് ഒരു വലിയ സന്തോഷമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും രാഷ്ട്രീയം നോക്കാതെ പറയുകയാണെങ്കിൽ അങ്ങനെ എപ്പോഴും സന്തോഷമായിട്ട് നമ്മളോടൊക്കെ ചിരിച്ചും വേദിയിലൊക്കെ വരുന്നവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ എങ്ങനെയാണ് അവരുടെ ബാക്കി പ്രവർത്തനമെന്ന് പറയാനുള്ള ഒരു ആഴത്തിലുള്ള രാഷ്ട്രീയം അറിയില്ല, എങ്കിലും അങ്ങനെയാണ്. എല്ലാവരും ചിലപ്പോൾ ഒരുപാട് ചിലപ്പോൾ അടുത്ത് കാണുമ്പോൾ ഒരു ആരാധന തോന്നും. പിന്നെ ഞാൻ അദ്ദേഹങ്ങളുടെ ആരാധകനാണ്, അത്രേ എനിക്കറിയൂ. പ്രചോദിപ്പിച്ച ഇന്ദ്രൻസ് ചേട്ടന് വ്യക്തി എന്നുള്ള നിലയിൽ പ്രചോദിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവാരാണ്? അല്ലെങ്കിൽ ഒരു പറ്റം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാകാം ഓർമ്മയിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ കർമ്മമണ്ഡലത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ. എനിക്കങ്ങനെ ഒരു ആരാധന തോന്നി, ഒരു ഇഷ്ടം തോന്നുക ചെയ്തത് E.K. നായനാർ സഖാവാണ്. അദ്ദേഹം തമാശ പറയുന്നുണ്ട്, തുറന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം അതിന്ന് കുറച്ച് അരുകും ഉളുമ്പൊക്കെ ചേർത്താൽ നമുക്ക് സിനിമയിലും ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. നമ്മളെപ്പോഴും ഒരു കള്ളക്കണ്ണിലേ കാണുള്ളൂ. എന്ത് കണ്ടാലും, ഒരു വ്യക്തിയെ കണ്ടാലും അവരെ നിരീക്ഷിച്ചിട്ട് അതിന്ന് എനിക്കെന്ത് കിട്ടും എന്നുള്ളൊരു തോന്നലാണ്, ഒരു കൊതിയാണ് എപ്പോഴും എനിക്കുള്ളതേ. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ കള്ളക്കണ്ണിലൂടെ കാണുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ.
ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു നടനാണ്. നമ്മുടെ മനസ്സിൽ ഹോം എന്നുള്ള സിനിമയിലൊക്കെയുള്ള ഉജ്ജ്വലമായ ഒരു അഭിനയം. തൻ്റെ പഴയ കഥാപാത്രങ്ങളെ ഒരു കള്ളക്കണ്ണിലൂടെ നോക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ഈ ഇന്ദ്രൻസ് ചേട്ടൻ തൻ്റെ പഴയ ഹാസ്യ നടനെ ഇന്ന് നിൽക്കുന്ന ഈ ഗൗരവമുള്ള മനുഷ്യരെ വല്ലാത്ത സങ്കടത്തിലാഴ്ത്തുന്ന, അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളിലൂടെ ആണെങ്കിൽ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നൊരു സംഭവമുണ്ട്. തൻ്റെ പഴയ ഈ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളെക്കുറിച്ച് ഇന്ന് ആലോചിക്കുമ്പോൾ, ഇന്നത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നും. പിന്നൊന്ന്, അന്നത് ഒരു നാണവും തോന്നാതെ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് തൊലിക്കട്ടിയൊക്കെ കൂടിയതും പിന്നെ അതിലിങ്ങനെ പരുവപ്പെട്ട് വന്നതുമെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. അത് ശരിക്കും എന്നെ ഒരുപാട് സഹായിച്ചതും ഈ വളർച്ചയ്ക്കൊപ്പം മാധ്യമങ്ങളൊക്കെ വളർന്നില്ലേ, ടി വിയും കാര്യങ്ങളൊക്കെ വന്ന് അന്ന് ചെയ്ത കഥാപാത്രങ്ങൾ നിരന്തരമായിട്ട് തലമുറ മാറുന്നതനുസരിച്ച് അത് ടി വിയിൽ അവർ കാണുന്നത് കൊണ്ടാണ്. ഇടയ്ക്ക് വെച്ച് എൻ്റെ അഭിനയത്തിനോ സിനിമയ്ക്കോ വലിയൊരു ഗ്യാപ്പ് വന്നാലും അവരുടെ മനസ്സിലത് മുറിയാതെ പൊയ്ക്കൊണ്ടിരുന്നത് അതുകൊണ്ടൊക്കെയാണ്. അന്ന് ചെയ്തു വെച്ച കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അന്നത് എൻ്റെ രൂപത്തിന് അതേ ചേരത്തുള്ളൂ എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ എത്രത്തോളം അങ്ങറ്റം എത്താൻ പറ്റുമോ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയുള്ളത് കിട്ടിയാൽ ഇന്നും ആ കുറ്റമൊക്കെ തീർത്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതായത് ഒരു നല്ല ഹാസ്യ കഥാപാത്രത്തെ കൊതിക്കുന്നുണ്ട് ഒരുപാട്. അങ്ങനെ കിട്ടിയാൽ, അങ്ങനെ ഒരുപക്ഷെ സംവിധായകർക്ക് മുമ്പിൽ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു നടന് ഒരുപാട് ചിരിപ്പിക്കുന്നൊരു വേഷം അങ്ങനെ ഭയങ്കരമായിട്ട് കൊതിച്ച് നിൽക്കുന്നുണ്ട്. അതെ, അങ്ങനെ കിട്ടിയാൽ ചെയ്യും. അങ്ങനെ ചെയ്യാം. അങ്ങനെ വെച്ചാൽ ഇപ്പം ചിരിക്കാനാണ് ആർക്കും സമയമില്ലാത്തത്. ജീവിതത്തിൽ അന്നത്തെ പോലെയല്ല. ഇപ്പം കാലം ഒരുപാട് മാറി. ഒരു കുഞ്ഞു കുട്ടി പോലും ഭയങ്കര തിരക്കിലാണ്. അവനും ടൈം ടേബിൾ നോക്കി ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ചിരിക്കാൻ സമയമില്ല. അപ്പോൾ അതിനിടയ്ക്ക് വീണ് കിട്ടുമ്പോൾ അത് ഈ കാർട്ടൂൺ അല്ലാതെ സിനിമ എന്ന പേരിലെങ്കിലും എന്തെങ്കിലും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ അത് വലിയൊരു സുഖം തോന്നും നമുക്ക് ആ മുഖം കാണുമ്പം ചിരിച്ചിട്ട്. തീർച്ചയായും ഇത് വളരെ രസമുള്ളൊരു മറുപടിയാണ്. പക്ഷേ ഇന്ദ്രൻസ് ചേട്ടൻ സോഷ്യൽ മീഡിയ, എനിക്ക് തോന്നുന്നത് സാധാരണ ഫോൺ ഉപയോഗിക്കുന്നില്ല, സോഷ്യൽ മീഡിയ മുഴുവൻ ട്രോളാണ്. കുട്ടികളെല്ലാം ചിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അതിലേക്ക്, ആ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്ദ്രൻസ് ചേട്ടൻ്റെ ട്രോളുകൾ കാണാറുണ്ടോ? ഇന്ദ്രൻസ് ചേട്ടൻ്റെ പഴയ വേഷങ്ങൾ മൊബൈലിൽ നോക്കിയിട്ട് ചിരിക്കുന്ന കുട്ടികളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫോൺ ഉപയോഗിക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ പുതിയ പുതിയ സങ്കേതങ്ങൾ, വാട്സപ്പിൽ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ, ഷോർട്ടുകൾ, എത്ര തമാശകൾ വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് അത് നോക്കി ചിരിക്കാത്തത്? ഞാൻ പിന്നെയും പുറകിലോട്ടായി പോവും. എനിക്ക് മുമ്പോട്ട് പോകാൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാനത് തിരിഞ്ഞു നോക്കാതെ പോകണമെന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകണില്ല. എനിക്ക് പുസ്തകം, ഞാൻ ഒരുപാട് മോഷ്ടിക്കുന്നത് പുസ്തകങ്ങളിൽ നിന്നാണ്. എനിക്ക് അല്ലാതെ വേറെ ഞാനൊന്നും കുടുംബത്തിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടില്ല. അല്ല, വിദ്യാഭ്യാസം പോലും സമ്പത്ത് അതാണല്ലോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും എടുക്കാനുള്ള പുസ്തകങ്ങളിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് പത്രം തുറന്ന് നോക്കുകയെങ്കിലും വേണം രാവിലെ. ആ മണവും ഒരു കട്ടൻ ചായയൊക്കെ ഭയങ്കര അനുഭവമാണ്. അപ്പം ഇതെല്ലാം ഈ ഫോണിലും കിട്ടുമല്ലോ എന്ന് സാറ് ചോദിക്കും. അത് അത്രയിൽ എൻ്റെ കാഴ്ച ചുരുങ്ങി പോകാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. തീർച്ചയായും ഈ ഒരു കയ്യടിയിൽ നിന്ന് തന്നെ ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഒരു വായനയോടുള്ള ഇഷ്ടം, കാഴ്ചപ്പാടുകളോടൊരു തെളിച്ചം വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്രം വായിക്കുമ്പോൾ ഒരു നടനാണ്, അഭിനയത്തെക്കുറിച്ചിട്ടുള്ള മറ്റ് മേഖലകളൊക്കെ കുറിച്ചിട്ട് അഗാധമായിട്ടുള്ള അറിവുണ്ടാകും. ഈ കാലം എങ്ങനെയാണ് ഇന്ദ്രൻസ് ചേട്ടൻ മറ്റൊരു രീതിയിൽ അനുഭവപ്പെടുന്നത്? അതായത് രാഷ്ട്രീയം, നേരത്തെ ചോദിച്ചതുപോലെ ഈ കാലത്ത് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു പഴയ മനുഷ്യൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പഴയ കാലത്ത് അത്ര പ്രായമുള്ള ആളല്ല, പഴയ കാലത്ത് ജീവിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ഈ കാലത്ത് ഇത് വേണ്ടായിരുന്നു, ഇത് ഒഴിവാക്കാമായിരുന്നു, എന്താണ് ഇങ്ങനെ ഇവർ പെരുമാറുക, എന്താണ് ഈ കാലത്തിന് സംഭവിച്ച് എന്നൊക്കെ തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമോ? എനിക്കങ്ങനെ പലത് കാണുമ്പോഴും തോന്നും. ഉടനെ ഞാൻ തിരിച്ചു വരികയും ചെയ്യും. പഴഞ്ചനായി പോവും, മിണ്ടിപ്പോവരുതെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് പറയും. കാരണം പഴയ കുറച്ച് മുൻപ് ജനിച്ച ആളായതുകൊണ്ട് അന്ന് കുട്ടികളുടെ രുചികളൊക്കെ മാറി, അവർ പോവുകയാണ്. അപ്പം അന്നൊക്കെ നമ്മുടെ ഭാഷ പോലും മാറി, അതിൻ്റെ അർത്ഥമൊക്കെ മാറി. നമ്മളെന്തോ പൊളി എന്ന് പറഞ്ഞാൽ പൊളി തന്നെയായിരുന്നു, പൊളി വചനം, അത് കൊള്ളുകയില്ല. അന്ന് അയ്യോ അത് കാണില്ല, അത് പൊളിയാ എന്ന് പറയുന്നത് ഇന്ന് ഉഗ്രനാ. അത് നേരെ തിരിച്ചായി.
അപ്പോഴിന്ന് അതിൽ തർക്കിച്ചിരുന്ന കുട്ടി തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ കളിയാക്കും. അപ്പോൾ അത്രയും മാറ്റങ്ങളാണ് വന്നത്. അത്രയും നേരെ തല തിരിഞ്ഞു. അപ്പോൾ ഇനി അവരുടെ കൂടെ ഓടുക എന്നുള്ളത് മാത്രമാണ്. അവരുടെ മുമ്പേ കയറാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ അവർക്ക് നമുക്ക് പുതിയതൊന്നും പഠിക്കാൻ പറ്റാതാവും. അതുകൊണ്ടാണ് എനിക്ക് ആദ്യം ഓരോ മാറ്റം പെടും. എൻ്റെ ഗ്രാമം പോലെ തന്നെ ഓരോ ഗ്രാമവും ഞാൻ പഠിക്കുന്നത് ബുക്കിൽ നിന്നൊക്കെയാണ്. ഖസാക്കും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പഠിക്കുന്നത് മറ്റ് എഴുത്തുകാരുടെ പുസ്തകത്തിലാണ് എൻ്റെ ഗ്രാമം പോലെ ഇനിയും ഗ്രാമങ്ങളുണ്ടെന്ന് അറിയുന്നത്. അപ്പം അവിടെയൊക്കെ തന്നെ ആ ഗ്രാമം വളരുന്നത് നമുക്കിഷ്ടമല്ല. എന്ന് വെച്ചിട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തുമില്ല. അപ്പം മാറ്റത്തിനൊത്തത് വന്നേ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഈ കപ്പൽശാല വരുന്നതിലോ റെയിൽ വരുന്നതിലോ ഒന്നും ഇഷ്ടമേ ഇല്ല. അന്നത് തുറന്ന് പറയാൻ പാടില്ല. അത് വേണം, ഇനി കൂടിയേ തീരൂ, നമുക്ക് കാലത്തത് വേണം. പക്ഷെ നമുക്ക് നിലനിൽക്കുന്നതൊന്നും കളയാതിരുന്നെങ്കിലെന്നുള്ളൊരു ആദ്യം മാത്രമേ ഉള്ളൂ. അതായത് ഈ പാരിസ്ഥിതികവും ഇതൊക്കെ സന്തുലിതാവസ്ഥ വെച്ചുകൊണ്ട് ഒരു വികസനം വേണമെന്നുള്ള കാഴ്ചപ്പാട്. ഇപ്പോൾ പിന്നെ ഇതിന് പുറത്തൊരു ബുക്ക് സ്റ്റാളുണ്ട്. ഇപ്പം വായനക്കാരനാണ്, ഖസാക്കിൻ്റെ ഇതിഹാസത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഈ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ ഈ പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ ആരുടെ പുസ്തകമായിരിക്കും ആദ്യം തിരഞ്ഞെടുക്കുക? ഇപ്പം ഞാൻ നമ്മുടെ ഈ അക്ഷരം മാറിയതിനെ കുറിച്ച് ആദ്യം എഴുതിയ മാഷുണ്ടല്ലോ, നമ്മുടെ അയ്യോ ഇപ്പം ഈ വിദ്യാഭ്യാസം മാറുന്നതിനെ കുറിച്ച് മാതൃകയിൽ തന്നെ എഴുതി തുടങ്ങിയ എം.എൻ. കാരശ്ശേരി മാഷ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ പോലത്തെ നമ്മൾ എന്തിനെയാണ് ഓർത്ത് ദുഃഖിക്കുന്നോ അതിന് ഒരു മനസ്സിന് സമാധാനം തരുന്ന രീതിയിൽ എഴുതുന്ന ആരുടെ പുസ്തകമുണ്ടോ അതിലേക്കായിരിക്കും ഇപ്പോൾ. അതായത് പുതിയ പുസ്തകങ്ങളിലേക്ക്, പുതിയ ആശയങ്ങളിലേക്ക്. പുസ്തകങ്ങൾ മാത്രമല്ല, പുതിയ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ചിലരുടെ പുസ്തകങ്ങൾ ഇപ്പോൾ കൂടുതൽ കൊതിപ്പിക്കുന്നുണ്ട്. അതായത് നഷ്ടപ്പെടുന്നത് ഭാഷ, നമ്മുടെ വാല്യൂസ്, അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെയുള്ള അത്തരം നഷ്ടങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന പുസ്തകങ്ങളിലേക്കും അത്തരം വ്യക്തികളിലേക്കും ഇന്ദ്രൻ ചേട്ടൻ പോകുമായിരിക്കും. ഇതേപോലെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ സിനിമാ താരങ്ങളുണ്ട്, മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്. അങ്ങനെയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രചോദിപ്പിച്ച, അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള നിലയിലും വ്യക്തി എന്നുള്ള നിലയിലും തന്നെ മാറ്റി തീർത്ത ഒന്ന് രണ്ട് സിനിമകളെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞാൽ എന്ത് ഓർക്കും? എന്നാലും നാടകമൊക്കെ തന്നെയാണ് മുമ്പിൽ വരുന്നതെങ്കിലും പിന്നെ ഞാൻ ആദ്യകാലത്ത് കൊതിച്ചുകൊണ്ടിരുന്നത് എൻ്റെ രൂപം വെച്ചോ എനിക്ക് ചെയ്യാൻ പറ്റും, ഇതെനിക്ക് ചേരും എന്ന് തോന്നിക്കുന്ന നാഗേഷ്, ബഹദൂർക്ക, അടൂർബാസി, പട്ടൻ സദൻ അങ്ങനെയൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവരെ ചെയ്യുമ്പോഴും ഞാൻ മനസ്സിൽ അനുകരിക്കുന്നത് നസീറിനെയോ മധുവിനെയായിരിക്കും. ഇപ്പോഴാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ളവരെ. പക്ഷെ അത് എൻ്റെ രൂപം കൊണ്ട് അത് ആരും പിടിക്കത്തില്ല. ഈ മലൈക്കോട്ട വാലിബൻ കണ്ടിരുന്നോ? സിനിമ കണ്ടിരുന്നോ? ഏതാ സാർ? മലൈക്കോട്ട വാലിബൻ. അത് കണ്ടിരുന്നോ? സിനിമ കണ്ടോ? അത് കണ്ടപ്പോൾ എന്ത് തോന്നി? ഈ മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ആധുനിക രീതിയിൽ ചെയ്തിട്ടുള്ള സിനിമയാണത്. പ്രമേയമൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയാമായിരിക്കാം. പക്ഷേ ഈ മാറ്റത്തിനൊത്ത് ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് അതേപോലെ ടേക്കിംഗ് ഒക്കെ ഉള്ള ഒരു സിനിമയാണത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമയെ കുറിച്ചിട്ട് രണ്ട് അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഫാൻസുകാർ കൈയൊഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട്. ഫാൻസ് എങ്ങനെയാണ് ഒരു താരത്തെ നിലനിർത്തുന്നതും ആ താരത്തെ മാറ്റി നിർത്തുന്നതും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫാൻസ്, ഒരു ആരാധക സമൂഹത്തെ എങ്ങനെയാണ് ഇന്ദ്രൻ ചേട്ടൻ കാണുന്നത്? എനിക്കങ്ങനെ ഒന്നും ഉറച്ചുള്ളതായിട്ട് തോന്നിയിട്ടേ ഇല്ല. സത്യമായിട്ടും നല്ല സിനിമ നല്ല ആണെങ്കിൽ ആൾക്കാരെ അത് കാണും. അത് ഇനി താരത്തിനെ ഒന്നും നോക്കാതെ അതിൻ്റെ സബ്ജക്റ്റാണ് താരം. ആ സിനിമ നന്നായി വിജയിക്കുകയും ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അന്യഭാഷയിൽ നിന്ന് വരുന്ന സിനിമകൾ പോലും നമ്മൾ ആഘോഷിക്കും. പിന്നെ ചില സൗകര്യത്തിന് ഒക്കെ വരും, നമുക്ക് അങ്ങനെ ഒരു കുറച്ച് കൂട്ടുകാരെയൊക്കെ കൂട്ടി നിർത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വിജയിക്കത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഈ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നു, എഴുത്തിലായാലും ജീവിതത്തിലായാലും എപ്പോഴും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധത്തിൽ ആണ് ഇന്ദ്രൻ ചേട്ടൻ സംസാരിക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ ബഹുദൂരം മറികടന്നു അഭിനയം കൊണ്ടും ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് കൊണ്ടും. ഇപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രയത്നമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി സിനിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇതാ
ഞാൻ നിങ്ങളുടെ നായകനാണ് എന്ന് പറയാൻ പറ്റുന്ന ഉജ്ജ്വലമായൊരു പ്രതിഭ ഇന്ദ്രൻ ചേട്ടൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രതിഭ ഒരു പക്ഷേ ഇങ്ങനെ നേടിയെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള കഠിനാധ്വാനത്തെക്കുറിച്ചിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഇന്ദ്രൻ ചേട്ടൻ നിൽക്കുമ്പം ഇന്ദ്രൻ ചേട്ടനും കാണാനും കേൾക്കാനും ഇരിക്കുന്ന ഒരു വലിയ സമൂഹം മുന്നിൽ ഉണ്ട് താനും. ഇപ്പോഴും എന്തുകൊണ്ടാണ് തൻ്റെ ശരീരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ദുഃഖിച്ചോ മാറിയോ നിൽക്കുന്നതിൻ്റെ അങ്ങനെയുള്ള ഒരു ബാല്യത്തിലേ വളർന്ന ഒരു അപകർഷതാബോധം ഇപ്പോഴും എവിടെയെങ്കിലും ഉണ്ടോ? അതുണ്ട്. പക്ഷേ ഞാൻ കഥാപാത്രത്തിൻ്റെ കാര്യത്തിൽ ആർത്തി കൂടുതൽ അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല. എനിക്ക് അല്ലാതെ ഈ സിനിമയിലെ കഥാപാത്രത്തിന് രാജാവിനും മന്ത്രിക്കും കുന്തം പിടിക്കുന്നതിനൊന്നും അളവുകൾ എൻ്റെ മനസ്സിലില്ല. അതിനെ അതിജീവിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവിടെ എനിക്ക് പേടിയില്ല. എത്ര വലിയ കഥാപാത്രം കൊണ്ടുവന്നാലും അതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിശ്വാസം. അല്ലാതെ പുറത്തുള്ളവരെല്ലാവരുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. ഒരു സിനിമാ നടൻ, സിനിമാ നടി ഒക്കെ ആണെങ്കിൽ എങ്ങനെ ഇരിക്കണമെന്ന്. അതൊക്കെ കുറേ മാറി ഇപ്പം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ഇത് കിടക്കുന്നത് കാരണം ഞാൻ ഒന്ന് പതുങ്ങി നിൽക്കാൻ, ഞാൻ അറിയാതെ പിന്നോട്ട് വലിഞ്ഞു പോകും. അതെന്താണെന്നറിയില്ല. അപ്പോൾ എന്നെ പലരും ഇങ്ങോട്ട് എങ്ങനെ പറയാം. അപ്പോൾ പിന്നെ ഒരു കാര്യം, മുമ്പിലിരിക്കുന്ന ആളാണ് സീറ്റ് ബെൽറ്റ് ഇടാനും ഹെൽമെറ്റ് വയ്ക്കാനൊക്കെ ഉള്ളത്. പിന്നിലോട്ട് നിൽക്കുമ്പോൾ അതൊന്നും വേണ്ട. തീർച്ചയായും നല്ല രസമുള്ളൊരു മറുപടിയാണ്. ഇന്ദ്രൻ ചേട്ടന് ഒരു ഹാസ്യ നടൻ എന്ന നിലയിൽ മലയാളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു 3 ഹാസ്യ നടന്മാർ ഏതായിരിക്കും? ആരായിരിക്കും അങ്ങനെയുള്ളൊരു? ജഗതി ചേട്ടൻ, പിന്നെ ബഹദൂറൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സുരാജ്, അങ്ങനെ 2-3 പേര്. ഒരുപാട് സിനിമകൾ കണ്ട ആളാണ് ഇന്ദ്രൻ ചേട്ടൻ. ഇവിടെ ഇരിക്കുന്നവരും പെട്ടെന്ന് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ചിരിച്ച ഒരു സിനിമയിലെ ഒരു രംഗം ഓർത്ത് ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു രംഗം ഏതായിരിക്കും? ഇന്ദ്രൻ ചേട്ടൻ തന്നെ അഭിനയിച്ച സിനിമയാകണമെന്നില്ല, ഒരുപക്ഷെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം വീണ്ടും വീണ്ടും ചിരിക്കാൻ തോന്നുന്ന അത് പ്രിയദർശൻ സാറിൻ്റെ ഒരു സിനിമയും ദിലീപും യോദ്ധയിൽ മോഹൻലാലും ജഗതി ചേട്ടനായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളുണ്ട്. അതെപ്പോൾ കണ്ടാലും നമ്മൾ ഒരുപാട് ചിരിച്ചു പോകുന്നതാണ്. അതുപോലെ മനസ്സിൽ ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന സിനിമ ഏതായിരിക്കും? കാണുമ്പം സങ്കടപ്പെടുത്തിയ അല്ലെങ്കിൽ ഒരു കരച്ചിൽ വന്ന സിനിമ ഏതായിരിക്കും? കരച്ചിൽ വന്ന ഒരുപാട് സിനിമയാണ്. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. ഒരു ചെറിയ വിഷയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇരുന്ന് മോങ്ങിക്കോളൂ. അതുകൊണ്ട് അത് ഒരുപാടുണ്ട്. ഒരു 1-2 സിനിമകൾ ഓർത്ത് പറയാമോ? ഹോം തന്നെ ഞാൻ തന്നെ കരഞ്ഞിട്ടുണ്ടേ. അതാണ് എൻ്റെ അവസ്ഥ. അത് കരഞ്ഞാൽ ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചത്. അതുപോലെ ഒത്തിരി സിനിമകൾ നോക്കുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതാ കോമഡിയാണ് നല്ലതെന്ന് തോന്നാൻ കാര്യം, എല്ലാവരുടെയും മനസ്സിൽ നമ്മളൊന്ന് തൊട്ടാൽ മതി കരഞ്ഞു പോകും, വിഷമിച്ചു പോകുന്ന മലയാളികൾ പ്രത്യേകിച്ചും. എല്ലാവർക്കും അങ്ങനെയാണ്. എല്ലാവരും കാണുമ്പോൾ പുറമേ ഉള്ളതേ ഉള്ളൂ. ഒന്ന് ഞോണ്ടിയാൽ അവർ കണ്ണു നിറയുന്ന ഒത്തിരി വിഷയങ്ങളാണ്. അവരെ ചിരിപ്പിക്കാനാണ് പാട്. അവരെ ചിരിക്കണം. അതുകൊണ്ടാണ് ചിരിക്കുന്ന കഥാപാത്രം ചെയ്യുമ്പോഴും എനിക്കറിയാം. ഞാൻ ആൾക്കൂട്ടത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ദൂരെ നിന്ന് കണ്ടിട്ട് അറിയാതെ ഒരുപാട് പരിചയമുള്ള പോലെ ഓടി വന്നിട്ട് ഇങ്ങനെയൊക്കെ പിടിക്കും. ഈ മ്യൂസിയത്തിൽ പോയി കുരങ്ങിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആക്കില്ല. അത്ര ഇതായിരുന്നു. അപ്പം എനിക്കതിൽ ഒരിതുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കൊടക്കമ്പി നീർക്കോലിയൊക്കെ അഭിനയിക്കുമ്പോൾ അങ്ങനെയൊക്കെ പേര് പറയുമ്പോഴും എൻ്റെ ഇഷ്ടമെന്ന് വെച്ചാൽ അവർ എന്നിൽ അങ്ങനെ ഒരു സംഭവം കാണുന്നു. അപ്പം എനിക്ക് ദൈവം കൽപ്പിച്ചു തന്നതാണ്. അപ്പം എപ്പോഴൊക്കെ ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. അമ്മ ആരോ ചിലരെ ശാപം കിട്ടിയാൽ അങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞ പോലെ ചില സന്ധ്യ നേരത്തൊക്കെ എൻ്റെ കുസൃതിയെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയൊക്കെ ഇരുന്ന് അമ്മ പറയും. അപ്പോൾ എപ്പോഴും ഞാൻ അമ്മ ശപിച്ചതിലും വല്ലതും ആയിരിക്കുമോ, എനിക്ക് ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ചില സന്ധ്യക്കൊക്കെ നമ്മൾ വിളക്ക് കൊളുത്തിയിട്ട് അപ്പോഴും നമ്മൾ വീട്ടിലെത്തത്തില്ല. കറങ്ങി കളിച്ച് ഒരു അങ്ങും ഞെത്താത്ത മൂലം പൊത്ത നിക്കറൊക്കെ ഇട്ട് ഓടുകയായിരിക്കും കളിച്ചിട്ട്. അപ്പം വിളക്ക് വയ്ക്കാൻ നേരത്ത് എവിടെ പോയാലും വീട്ടിൽ കുളിച്ച് കയ്യും കാലും കഴുകി കയറിക്കോണം, നാമം ജപിച്ചോണം എന്നൊക്കെ പറയും. ആ നേരത്തും വൈകി വന്ന് കയറുമ്പോഴത്തേക്ക് അമ്മ എങ്ങനെ ഇരിക്കും? അപ്പോഴും
ഒന്നും മിണ്ടൂല. പക്ഷേ ഇവർ അമ്മ ദേഷ്യം വന്നാൽ പിന്നെ വിടുകയൊന്നുമില്ല. എവിടെയാണ് അടിക്കണമെന്ന് നോക്കില്ല. കൈ കിട്ടുന്നിടത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഒന്നും എൻ്റെ ദേഹത്ത് കൊള്ളൂല്ലെങ്കിൽ അവർ വീണ്ടും എടുത്തെറിയും. അപ്പം വിളക്ക് മാത്രമേ മുമ്പിലുള്ളൂ. അവർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവമേ അവൻ അടിച്ചു നനച്ചു കുളിക്കുകയില്ല, പള്ളിക്കൂടത്തിലും പോവില്ല, നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കുമല്ലോ എന്ന് പറയും. അത് കുറേ പ്രാവശ്യം അവൻ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കും എന്നിങ്ങനെ പറയും. അത് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും പറയും, ഒന്നും ഉണ്ടല്ലേ സന്ധ്യയ്ക്ക് പിള്ളേരെ ഒന്നും പറയല്ലേ എന്ന് അമ്മൂമ്മ ഇരുന്ന് പറയുകയും ചെയ്യും. അമ്മൂമ്മയ്ക്ക് കണ്ടുകൊണ്ടിടാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഫലിച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും അത് രസകരമായൊരു ജീവിതത്തിൽ ഇപ്പോൾ ഇന്ദ്രൻസ് ചേട്ടൻ തുടക്കത്തിൽ നാടകത്തിലാണ് വന്നത്. ഇന്ദ്രൻസ് എന്നുള്ള പേര് തന്നെ നാടകത്തിലെ ഒരു അഭിനേതാവിൻ്റെ പേരായിട്ടാണ് സ്വീകരിച്ചത്. നാടക നടനുള്ളൊരു പേരായിട്ടാണ് സ്വീകരിച്ചതെന്നാണ് അറിവ്, അല്ലേ? അപ്പം മാതൃഭൂമിയുടെ ഈ സ്റ്റേജിൽ ഒരു നാടക നടനായിരുന്നെങ്കിൽ ഇന്ദ്രൻസ് ചേട്ടൻ ഇരിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? സിനിമാ നടനായതുകൊണ്ടല്ലേ ക്ഷണിക്കപ്പെടുന്നത്? അതെ, അതാണ് എൻ്റെ നാട്, എൻ്റെ ഗ്രാമം, എനിക്ക് തന്ന സൗഭാഗ്യം അതാണെന്ന് തോന്നുന്നു. എന്നെ അങ്ങനെ ആക്കിയത്. ഒരു പക്ഷേ ആ ഗ്രാമം അന്ന് അത്തരം കാഴ്ചകളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്തിരി നേരത്തെ ജനിച്ചില്ലായിരുന്നെങ്കിലും പാടുപെട്ടേനെ. ആ കാലത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് നേരത്തെ ജനിച്ചു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. കാരണം ഇച്ചിരി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പൊടി പോലും കാണില്ല. അന്നൊക്കെ ഞാൻ കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുള്ളത്, അന്നെല്ലാം പറയും റേഡിയോ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ റേഡിയോ പ്രസംഗം കുട്ടികൾ ഒന്നല്ലെങ്കിൽ രണ്ട് അങ്ങനെ നിർത്തുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മൂമ്മ കട്ടിലിരുന്നുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പറയും, നമ്മളപ്പോഴും 6-7 പേരായി. അപ്പോഴും അമ്മയ്ക്ക് വയ്യ, സുഖമില്ലാതൊക്കെ ഇരിക്കുന്നു, ആശുപത്രി കൊണ്ടുള്ള സമയമാകുമ്പോഴത്തേക്ക് അവർ പറയും, ഇവന് ഈ കൊച്ചുവേലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, ഈ പെണ്ണിൻ്റെ അടുത്തും പറഞ്ഞാൽ കേൾക്കൂല, എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ? അപ്പോഴാണ് ഒരാളെ ഇങ്ങനെ ഭാര്യയും മോളും കൂടെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കയ്യിൽ ബക്കറ്റും അതിൽ നിറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ആളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് ആളെ കൊണ്ടുപോയി മറ്റേ ഫാമിലി പ്ലാനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് അമ്മയും മോളും കൂടെ കൊണ്ടുപോകണതാണ്. അപ്പോൾ അവർക്ക് എത്ര രൂപയും കൊടുക്കും, പിന്നെ പാൽപ്പൊടി ഇത് ബക്കറ്റൊക്കെ കൊടുക്കും. അപ്പോൾ ഇത്തിരി നിഷേധിയായിരുന്നു അച്ഛനും അമ്മയും ആയതുകൊണ്ടാണ് ഇന്നിപ്പോൾ എനിക്ക് ഈ വേദിയിൽ ഇരിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ പൊടി പോലും കാണില്ല. ഞാൻ 4ാമത്തവനാണ്. അതെ അതെ. മറ്റൊരു കാര്യം എന്താണെന്ന് അറിയുമോ ഇന്ദ്രൻസ് ചേട്ടാ? കേരളത്തിൽ എത്രയോ ഉജ്ജ്വലരായ നാടക നടന്മാരുണ്ട്. സിനിമാ നടന്മാർക്ക് കിട്ടുന്ന ഒരു മീഡിയ അറ്റൻഷൻ, അല്ലെങ്കിൽ സംഗീതജ്ഞർക്ക് കിട്ടുന്ന അറ്റൻഷൻ കേരളത്തിലെ എത്രയോ പ്രമുഖരായ നാടക നടരുണ്ട്. ഇപ്പോൾ KPSCയിലുണ്ട്. KPSCയിലുള്ള എത്രയോ നടന്മാരുണ്ട്. എവിടെയൊക്കെയോ നമ്മുടെ ഇന്ന് നാടകങ്ങൾ കളിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ നാടക നടന്മാർ മാറ്റി നിർത്തപ്പെടുന്നത്? നമ്മുടെ ഫീച്ചറുകളിൽ നാടക നടന്മാരെ കുറിച്ച് വരുന്നില്ല, TV അഭിമുഖങ്ങളിൽ വരുന്നില്ല, മറ്റ് പരിപാടികളിലേക്ക് നാടക നടന്മാർ വരുന്നില്ല. ഒരു നാടക നടൻ എന്നുള്ള നിലയിലുള്ളൊരു ഭൂതകാലമുള്ള ആളെന്നുള്ള, ഇത് രണ്ടും നടന്മാരാണ്. സിനിമയിലുള്ളതും നടനാണ്, നാടകത്തിലുള്ളതും നടനാണ്. പക്ഷെ എന്തുകൊണ്ട് താരം എന്നുള്ള നിലയിൽ സിനിമക്കാർക്ക് മാത്രം ഒരു പ്രാധാന്യം കിട്ടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ മാറ്റങ്ങൾ തന്നെയാണ് സാർ. അതിന് കാരണം എന്ന് വെച്ചാൽ കുറേ നാടകം തന്നെയായിരുന്നു പ്രധാനം. സിനിമയെക്കാളും ഒക്കെ ഒരു കലാകാരനായാലും കലാകാരിയായാലും സംതൃപ്തിയും അധ്വാനവും ഒക്കെ നാടകം തന്നെയാണ്. അത് നേരിട്ട് ഇങ്ങനെ ഇത്ര ദൂരത്തിലിരുന്ന് അപ്പം തന്നെ കൊടുത്ത് വാങ്ങുന്നൊരു പരിപാടിയാണ്. അവർക്ക് അതിന് സംതൃപ്തിയുണ്ട്. പക്ഷെ പിന്നീട് അത് എങ്ങനെ പുറകോട്ട് പോയി എന്ന് വെച്ചാൽ, ഈ മാറ്റത്തിനൊപ്പം നമുക്ക് TV ഒക്കെ വന്നപ്പോഴത്തേക്ക് ഈ സീരിയൽ പോലുള്ള കലകൾ തുടങ്ങി. അപ്പോൾ ഇവരുടെ അധ്വാനത്തിൻ്റെ പകുതി പോലും വേണ്ട അവിടെ അത് ചെയ്യാനും അവരുടെ റെമോണ്ടേഷനും. അപ്പം ശ്രദ്ധ കുറേ അങ്ങനെ പോയി. അപ്പോഴത്തേക്കാണ് നാടകത്തിന് ഒരു അപജയം വന്നത്. അങ്ങനെയാണ് ഒന്ന്. പിന്നെ അതിനെ അതിജീവിക്കാൻ, അല്ലെങ്കിൽ അതിനെ മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അന്ന് അതിലത്രയും ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ നാടകം ഇപ്പോൾ ഏതെങ്കിലും ഓരോ ജില്ലയിൽ അവർക്ക് ഒരു തിയേറ്റർ പോലെയെങ്കിലും കൊടുത്തിട്ട് ടിക്കറ്റ് വെച്ചായാലും സമിതികൾ ഉണ്ടാവുകയും നടന്മാരുണ്ടാവുകയും അവരെ ഉപജീവനമായേനെ. നമുക്ക് ഇത്രയും സ്ഥലങ്ങളുണ്ട്, അതുപോലും ഇല്ല. അപ്പോൾ നാടകത്തിന് കിട്ടുന്ന റെമോണ്ടേഷൻ കുറവാണ്. അപ്പോൾ അവർക്ക് അതിന് പരീക്ഷിക്കാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളൊരു വിഷമം കൂടെ ഉണ്ട്. പക്ഷെ അവരൊരിക്കലും പിന്നിലല്ല. അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവാം, പക്ഷെ പിന്നിലല്ല. സിനിമ ഒരു കാരണവശാലും അവർ ഒഴിവാക്കുന്നില്ല, പറ്റുന്നവരെയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ദ്രധനുസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വരും കാലത്ത് നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മലയാള സാഹിത്യത്തിൽ
ഒരുപക്ഷെ ഏറ്റവും വായിക്കപ്പെടുന്നൊരു പുസ്തകമായി അത് തീരും എന്ന് ആശംസിക്കുന്നു. അതങ്ങനെയായി തീരുകയും ചെയ്യും. ആ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എഴുതുന്നതിന് മുമ്പ് മലയാളത്തിലെ എണ്ണമറ്റ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ചാപ്ലിൻ്റെ ആത്മകഥകൾ വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് എഴുതുന്നതിന് മുമ്പ് നടത്തിയ വായനകൾ എന്താണ്? ഇതിന് വേണ്ടിയിട്ട് വായിച്ചിട്ടില്ല സാർ. ഞാൻ ശരിക്കും നാടകം തിരഞ്ഞെടുക്കാൻ ഒരു ഏകാംഗ നാടക മത്സരമോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് കൂടെ അഭിനയിക്കാൻ പാകത്തിനുള്ള കഥാപാത്രമുള്ള നാടകം തിരയുക എന്നുള്ളതുണ്ട്. വായനശാലകൾ ഇഷ്ടംപോലെ ഉണ്ട് താനും. എല്ലാവരും എവിടെ കാണാമെന്ന് വെച്ചാൽ അന്ന് വായനശാല അല്ലെങ്കിൽ ഒരു ചായക്കട, തയ്യക്കട അവിടെയൊക്കെയാണല്ലോ. അപ്പോൾ വായനശാലയിൽ ഞായറാഴ്ച ദിവസം കൂടുന്നതും ഇതേപോലെ പുസ്തകം തിരയാനാണ്. കുറേ നാടകം വായിക്കുന്നതൊക്കെ നല്ല നാടകങ്ങളുണ്ട്. പക്ഷേ അത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ക്യാരക്ടർ ഉണ്ടാവില്ല. എൻ്റെ കോലത്തിനൊരു കഥാപാത്രമായാലും ഒരു തൂപ്പുകാരനോ വേലക്കാരനൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ തിരഞ്ഞ് പിന്നെ ശ്യാമസുന്ദരൻ്റെ കഥാപ്രസംഗം കേൾക്കും. അപ്പം അതുമൊക്കെ എഴുത്തുകാരൻ്റെ പേരൊക്കെ പറഞ്ഞ് വായിക്കൊള്ളാത്തതാണ്. ഇംഗ്ലീഷിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കഥകളൊക്കെയാണ്. അത് വായനശാലയിൽ നമ്മൾ അടുത്തോട്ട് പോകാൻ പോലും മടിക്കുന്ന ഒരു അലമാരയിലേക്ക് ഈ ഇംഗ്ലീഷ് പുസ്തകമുണ്ട്. അപ്പം ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആ ഇംഗ്ലീഷ് നമ്മളെ ഒന്നും ചെയ്യത്തില്ല, ഉപദ്രവിക്കൊന്നുമില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ പിന്നെയാണ് അതിൻ്റെ ശരിക്കുള്ള പുസ്തകം ഒന്ന് എടുത്ത് തലോടിയൊക്കെ നോക്കുന്നത്. അങ്ങനെ കൊതിച്ച് അതിൽ പുസ്തകത്തിലോട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ഈ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിലും ഓരോ വായനശാലയിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങളാണ്. അങ്ങനെ നിരന്തരമായിട്ട് അതിൻ്റെ ഭക്ഷണം പോലെ തന്നെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരണങ്ങളൊക്കെ കൂടാറുണ്ട്. ഇപ്പോഴും എഴുതാനും എനിക്ക് പ്രധാനമായിട്ട് ആഗ്രഹം ഓരോ കഥാപാത്രങ്ങളെ കിട്ടുക, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ അവൻ്റെ സ്വഭാവ സവിശേഷതയൊക്കെ ചുരണ്ടിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെൻ്റെ അടുത്ത് ഒരു സിനിമയ്ക്ക് ചെല്ലുമ്പോൾ ഒരു കഥാപാത്രം പറഞ്ഞാൽ പെട്ടെന്ന് എനിക്കതിൽ ആരുടെയൊക്കെ ഒരു കഥാപാത്രം ഓർമ്മ വരും. അപ്പോൾ അതിലോട്ട് എനിക്ക് ചേക്കേറാൻ വലിയ എളുപ്പമാണ്. അങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വായിച്ചാൽ. ഇതിനു വേണ്ടി തയ്യാറെടുത്തിട്ടേ ഇല്ല. പിന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരെ കൂടെ ഷംസുദ്ദീനും അതുപോലെ ശശിധരൻ മാഷൊക്കെ കൂടെ ഇങ്ങനെ പറയും, നീ എഴുതടാ എന്ന് പറയും. അങ്ങനെ ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ ഇതുവരെ ഞാൻ കഥാപാത്രങ്ങളെ അഭിനയിക്കാനേ മോഷ്ടിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ പല ബുക്കിന്നും പലതും ഞാൻ അടിച്ചു മാറ്റും. അപ്പോൾ എഴുത്തുകാരൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അനുഭവങ്ങൾ അടിച്ചു മാറ്റേണ്ട കാര്യമില്ല. സ്വന്തം നിലയിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ് ഇന്ദ്രൻസ് ചേട്ടൻ. കഴിഞ്ഞ വർഷം നമുക്ക് സിനിമയിലേക്ക് കുറച്ചുകൂടി ചോദ്യങ്ങൾ വന്നിട്ട് സദസ്സിലേക്ക് പോകാം. ഒരുപാട് പ്രിയപ്പെട്ട നടന്മാർ നമ്മെ വിട്ടുപോയി. ഇന്നസെൻ്റ് ചേട്ടൻ പോയി, മാമുക്കോയ പോയി, അതെ തീർച്ചയായും. അപ്പോൾ ഇവരുടെ അഭാവത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഇത് രണ്ടും കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. അതൊരു ഓരോന്നും പോകുമ്പോഴത്തേക്കും പേടിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് നമ്മൾ തൊട്ട് മുമ്പ് പ്ലാൻ ചെയ്യുന്നത് അവിടെ ആ കഥ വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അപ്പോൾ നമ്മുടെ കോമ്പിനേഷനാണ്, അത് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, നീ ഒന്ന് മനസ്സിലിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പിരിയുമ്പോഴാണ് അടുത്ത നമ്മളെ വിട്ടുപോയി അതിൻ്റെ പങ്ക് ചേരാനുണ്ടാവില്ല എന്നറിയുന്നത്. അത് വലിയ വേദന തന്നെയാണ്. പക്ഷെ വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോവും. ഒപ്പം വേറൊരു പേടിയും കൂടെ ഉണ്ട്. പിന്നെ കണക്ക് കൂട്ടുമ്പോഴത്തേക്കും ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ചെയ്യണം. ഇനി ഈ പ്രായത്തോടെ ഞാൻ തട്ടിച്ചു നോക്കും, ഇനി ദൈവമേ ഇനി അടുത്തതാരോ എന്തോ ചെന്ന് നമ്മുടെ തൊട്ട് മുമ്പേ പോകുന്നവരുടെയൊക്കെ തൊട്ട് പറയിലൊക്കെ ഉള്ളതേ. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് അധികം അങ്ങനെ ചിന്തിക്കാറില്ല. എന്തായാലും ഇന്ദ്രൻസ് ചേട്ടന് ദീർഘായുസ് ഉണ്ടാവട്ടെ. പിന്നെ കൂടുതൽ രസകരമായ കഥാപാത്രങ്ങളിലൂടെ കൊണ്ടുപോകണം, ഒരുപാട് തമാശ സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇവിടെ പറയുകയും ചെയ്തു. ഏറ്റവും ഇഷ്ടപ്പെട്ട നടി ആരാണ്? എൻ്റെ പഴയ നടികളൊക്കെ ഉള്ളൂ. എൻ്റെ ശാരദയും ഷീലയൊക്കെ ഉള്ളൂ. അങ്ങനെയല്ല, ഒരു നടിയെ കാണുമ്പോൾ ഒരു എൻ്റെ നായികയായാൽ അങ്ങനെ ഈ നടിയുടെ നായകനാവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന നിലയിൽ തോന്നിയ? ഇപ്പോഴെങ്ങനെയല്ല, മുമ്പൊക്കെ ശ്രീവിദ്യ ചേച്ചി ഷീല ചേച്ചിയൊക്കെ ഒരുങ്ങിയേക്കും എന്തൊരു ചന്തമല്ലേ. അപ്പോൾ അത് ആർക്കായാലും തോന്നിപ്പോവും. പക്ഷെ അതിൻ്റെ ഈ രൂപവും കാലവും ആധുനികതയൊക്കെ വന്നപ്പോഴത്തേക്ക് അത്രയൊന്നും വേണമെന്നില്ല. ഇച്ചിരി മെലിഞ്ഞും ഉണങ്ങിയും ചുക്കിച്ചുളിഞ്ഞും ഒക്കെ ഉള്ളവരൊക്കെ നടനും നടിയൊക്കെയാണ് ഇപ്പം പ്രധാനം. അപ്പം അതുകൊണ്ട് അങ്ങനെ കൊതി തോന്നിയിട്ടില്ല എനിക്ക്. എൻ്റെ മനസ്സ് അവിടെ നിൽക്കുന്നതേ ഉള്ളൂ പ്രധാനമായിട്ടും. ഇപ്പോഴത്തെ അങ്ങനെ ക്യാരക്ടേഴ്സ് ഇപ്പോഴും ശരിക്കും എനിക്കൊക്കെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വന്നാലും
ഞാൻ അങ്ങനെ പറയത്തില്ല. പറഞ്ഞാൽ ചിലപ്പോൾ അവർ തിരിച്ച് അവർക്കത് എന്തായിരിക്കും മനസ്സിലും തോന്നാത്തത് കൊണ്ട് പുതിയ ആരെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞ് ആൾക്കാരെയൊക്കെ പറയത്തുള്ളൂ. അങ്ങനെ താനാണ് നടൻ എന്നുള്ള നിലയിൽ അറിഞ്ഞപ്പോൾ മാറി നിന്ന നടിമാരൊന്നുമില്ലല്ലോ കേരളത്തിൽ. അല്ല അല്ല അങ്ങനെ ഉണ്ടാവില്ല. എന്നാലും എല്ലാവരുടെ ഉള്ളിലും നന്നാവണമെന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ശരിക്കും ഇപ്പം ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കൂടെ അഭിനയിക്കുന്നവരുടെ ഇമേജ് നോക്കും, എങ്കിലേ അവർക്ക് വളരാൻ പറ്റത്തുള്ളൂ. അത് കുറച്ചിങ്ങ് താഴോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് പോകാൻ ഇടവില്ലാണ്ടാവും. അങ്ങനെയും കൂടെയൊക്കെ ഒരു ചില വിശ്വാസങ്ങളുണ്ട്. ഇമേജ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സിനിമയിൽ? അതൊരു വലിയ കൂട്ടുകെട്ടല്ലേ. ഓരോരുത്തരുടെ ബന്ധങ്ങളനുസരിച്ച് ആ പോക്കറ്റിൽ വീണാൽ വലിയ വലിയ പടങ്ങൾ കിട്ടും. അതല്ല കുഞ്ഞ് ദാരിദ്ര്യം പിടിച്ചാണെങ്കിൽ പിന്നെ ദാരിദ്ര്യത്തിലൂടെ പോകത്തുള്ളൂ. അപ്പം ഇതൊക്കെ മാറി നിന്ന് ഭയങ്കര കണക്ക് കൂട്ടി ചോട് വെച്ച് അങ്ങനെ അങ്ങനെ അതിന് മറികടന്ന നടനല്ലേ ഇന്ദ്രൻ ചേട്ടൻ? അതിന് ഒരുപാട് മറികടക്കുകയും അത് കുറേ കാലം എടുത്തില്ലേ സാർ? എത്ര കൊല്ലം കൊണ്ട് പാത്തും പതുങ്ങിയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിന്ന് ഇതൊക്കെ കണ്ട് മനസ്സിനെ ഒരുവിധം പരുവപ്പെടുത്തി ശക്തിപ്പെടുത്തി എടുത്ത് പിന്നെ മാറ്റങ്ങൾക്കൊപ്പം നമ്മളും മാറിപ്പോകാതെ അവരുടെ കൂടെ സഞ്ചരിച്ചിട്ട് കാലം എന്നിൽ തന്നെ വരുത്തി ചില ശബ്ദപരമായും ഒക്കെ ഉള്ള മാറ്റങ്ങളുണ്ട്. അങ്ങനെ വന്നതാണ്. ഇത്രയും യാത്ര ചെയ്തില്ലേ ഇന്ദ്രൻ ചേട്ടൻ? ഇപ്പം ഒരു ക്യാമറയ്ക്ക് പിറകിൽ നിൽക്കുന്ന ആ നിമിഷം വളരെ വളരെ സുസ്മേരവദനായി, നമ്മൾ സാഹിത്യത്തിലൊക്കെ പറയുന്ന ചിരിച്ച്, നേരത്തെ പറഞ്ഞ പോലെ വളരെ ലാളിത്യത്തോടു കൂടിയായിരിക്കും നിൽക്കുക. പെട്ടെന്നൊരു വില്ലൻ വേഷത്തോടു കൂടി മുന്നിൽ വരുന്നു, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് വരുന്നു. അപ്പോൾ ആ നിലയിൽ പെട്ടെന്നൊന്ന് ദേഷ്യപ്പെടാൻ പറ്റും? എന്നോട് ഈ ചോദ്യങ്ങൾ എന്തൊരു ബോറൻ ചോദ്യമാണെന്ന് വിചാരിച്ചു ഒന്ന് ദേഷ്യപ്പെട്ടു നോക്കിയേ. അവന് ദേഷ്യപ്പെടാനൊക്കെ പറ്റും, പെട്ടെന്ന് ദേഷ്യം വരും. ഭയങ്കര എപ്പോഴൊക്കെ വീട്ടുകാരും പറയും ചെറിയ കാര്യം മതി പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം എനിക്ക് പേടി എന്നെ തന്നെയാണ്. അതായത് ദേഷ്യം വന്നാൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇന്ദ്രൻ ചേട്ടൻ? മാനേജ് ചെയ്യല്ല, ഞാൻ പെട്ടെന്ന് നിന്ന് വിറയ്ക്കും. അപ്പോഴും വീട്ടിലുകാരും പറയും ഓ ഇയ്യൽ പോലെ നിന്ന് വിറയ്ക്കുന്ന കണ്ടില്ലേ. അതായത് ദേഷ്യത്തെ പോലും തമാശയായിട്ടാണ് അവിടെ അവർ കാണുന്നത്. അപ്പം പക്ഷെ സിനിമയിൽ നേരെ മറിച്ചാണല്ലോ. പറയുന്നതൊന്നും മനസ്സിലാവില്ല, എല്ലാം ഒരു മുഴക്കം മാത്രമായി പോകും. അങ്ങനെ ആയിരിക്കും തോന്നുന്നു. പക്ഷെ സിനിമയിൽ നേരെ മറിച്ചാണ് അത്. അത് പിന്നെ പ്ലാൻ ചെയ്ത് അതല്ലേ ഞാൻ പറഞ്ഞ ഏതോ ഉഗ്രൻ എഴുത്തുകാരുടെ ഒരു കഥാപാത്രത്തിലോട്ട് ഞാൻ അങ്ങ് കയറുകയല്ലേ. അപ്പോൾ എനിക്കൊരു ഒരു ഒരു രേഖയുണ്ട്, അതിലൂടെ അങ്ങനെ പോകാൻ പറ്റും. കേരളത്തിൽ അല്ലെങ്കിൽ മലയാള ഭാഷയിൽ ഏറ്റവും മികച്ച സംവിധായകനായിട്ട് തോന്നിയതാരാണ്? ഒരുപക്ഷെ ഇപ്പോഴും സിനിമയിൽ നിലനിൽക്കുന്ന ആൾ എന്നുള്ള നിലയിൽ സംവിധായകരുടെ പേരൊക്കെ പറയാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ സ്വതന്ത്രനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ദ്രൻ ചേട്ടൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു 3 സംവിധായകരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടാൽ ആരുടെ പേര് പറയും? അടൂർ സാറ് പറയും, TV ചന്ദ്രൻ പറയും, പിന്നെ പത്മരാജൻ സാറ് പറയും. തീർച്ചയായും വളരെ രസകരമായ കുറേ മറുപടികളിലൂടെ, ചോദ്യങ്ങളല്ല മറുപടികളാണ് പ്രസക്തം. ഇന്ദ്രൻ ചേട്ടനെ പോലെയുള്ള ഒരു വലിയ നടനെ നമ്മൾ കേട്ടു എന്നുള്ളതാണ്. ഒരു പക്ഷേ ചോദ്യകർത്താവിന് ഒരുപാട് പരിമിതികളുണ്ട്. സദസ്സിൻ്റെ അവസരങ്ങളാണിനി. ചോദ്യകർത്താവ് തോറ്റിടത്ത് നിങ്ങൾ ജയിക്കുന്നതാണ് ഒരു അഭിമുഖകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ സന്തോഷം. അതിനുവേണ്ടി നിങ്ങൾ ക്ഷണിക്കുന്നു. നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ദയവായി ചോദ്യങ്ങൾ ചുരുക്കി ചോദിക്കേണ്ടതാണ്. ഒപ്പം സ്റ്റേറ്റ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്ത് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒട്ടനവധി ചോദ്യങ്ങളുണ്ടെന്ന് തീർച്ചയാണ്. അപ്പോൾ നമുക്ക് സമയപരിമിതി മൂലം ചോദ്യങ്ങൾ ചുരുക്കി ചോദിച്ചാൽ നല്ലതായിരിക്കും. താങ്ക് യു. ഇന്ദ്രൻ ചേട്ടാ നമസ്കാരം. ഞാൻ എൽദോ ടൈറ്റിസ്, കണ്ണൂരുകാരനാണ്. കഴിഞ്ഞ വർഷവും ഞാനിവിടെ MBFL താങ്കളെ കേൾക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രൗഡ് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇത് കാണുമ്പോൾ തോന്നി ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ള പ്രയോഗം തെറ്റാണെന്ന്. ഞാൻ രാവിലെ 9:30 വന്ന് ഇവിടെ ഇരിക്കുക, ഇവിടെ നിന്ന് മാറിയിട്ടില്ല. അയ്യോ ഓക്കെ. അതുപോലെ താങ്കൾ നേരത്തെ പ്രണയത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ പറയുക, പ്രണയിക്കാൻ പറ്റിയ രൂപമാണോ എന്ന് ചോദിച്ചു. താങ്കൾ പണ്ട് മെലിഞ്ഞ ശരീരത്തിൻ്റെ പേരിൽ അതിൻ്റെ പേരിലും കൂടി പ്രശസ്തനായിരുന്ന ആളായതുകൊണ്ട് പറയുകയാണ്, രൂപത്തിലൊന്നും കാര്യമില്ല കേട്ടോ, 6 അടി പൊക്കവും അതിനൊത്ത വണ്ണം ഉണ്ടായിട്ട് എനിക്ക് ഇതുവരെ പ്രേമിക്കാൻ ആരെയും കിട്ടിയിട്ടില്ല. ഓക്കെ. അതുപോലെ നേരത്തെ പറഞ്ഞ വേറൊരു കാര്യമാണ്, താങ്കൾക്ക് ചെറിയ കാര്യങ്ങൾ മതി കരയാൻ എന്നൊക്കെ. സിനിമ കാണുമ്പോൾ കരയാറുണ്ട് എന്ന് പറഞ്ഞു. സിനിമയല്ലാതെ ഏറ്റവും അവസാനമായിട്ട് താങ്കളെ കരയിച്ചത് എന്താണെന്ന് പറയാമോ? അത് ഓർത്തെടുക്കാൻ പാടാ. അത്
കുറേ ചുറ്റും ഒരുപാട് കാര്യങ്ങളില്ല, അതൊക്കെ നമ്മൾ സ്പർശിക്കും. പക്ഷെ അങ്ങനെ ഒന്നും വളരെ നൊന്ത് കരഞ്ഞതൊന്നുമില്ല. കരയിക്കുന്നതൊക്കെ ഉണ്ട്, എല്ലാം സങ്കടം തോന്നും. ഇപ്പോൾ ആനയുടെ വിഷയം പോലും നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പോവില്ല. അതുപോലെ എല്ലാം നമ്മുടെ സ്പർശിച്ചു പോകുന്നതാണ്. കൂട്ടുകാർ വിട്ടുപോകുന്നതും ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഹലോ സർ, ഇതേപോലെ സാറിൻ്റെ ആക്ടിങ് പ്രോസസ്സിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ആക്ടിങ് പ്രോസസ്സ് എല്ലാ ആക്ടേഴ്സിനും ഒരു പ്രോസസ്സുണ്ട്. ഇപ്പോൾ കഥാപാത്രത്തിലോട്ട് കയറുന്ന ഒരു എൻട്രി പോയിന്റ്, എക്സിറ്റ്, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് മെത്തഡോളജി ഉണ്ട്. അപ്പോൾ സാർ ഇപ്പോൾ ഈ കോമഡി റോൾസ് അല്ല, അതിനുശേഷം ഇപ്പോൾ എനിക്കൊന്ന് ഒരു ഗംഭീരമായിട്ടുള്ള പടം പറയാനാണെങ്കിൽ മൺറോത്തുരുത്ത് എന്നുള്ള ഒരു പടം വേറിട്ട് നിൽക്കുകയാണ്. ബാക്കി ഹോമും ഉടലും ഒക്കെ ഉണ്ടെങ്കിലും ആളൊരുക്കമൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊന്ന് മൺറോത്തുരുത്തിലാണ് ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിൻ്റെ കണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇത്ര ത്രൂ ഔട്ട് റോളുള്ള ഒരു കഥാപാത്രത്തിലോട്ട് കയറാൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി, അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സായിട്ടുള്ള ഡിസ്കഷൻ, പിന്നെ എന്തുമാത്രം സ്പോണ്ടേനിറ്റി സെറ്റിലുണ്ടാവും, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അതിന് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ വലിയ കാര്യങ്ങളൊക്കെയാണ്. നമുക്കതൊന്നും അറിയില്ലാത്തത് കൊണ്ട് ഞാൻ കാണിക്കുന്നൊരു കുറുക്ക് വഴിയാണ്. എന്തെങ്കിലും നമ്മൾ ഒരു നിരീക്ഷണം നമ്മൾ എപ്പോഴും എല്ലാ നടന്മാരും നടിയും അതുപോലെ എഴുത്തുകാരും ഒക്കെ നല്ല നിരീക്ഷകർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള നിരീക്ഷണത്തിൽ എനിക്ക് കിട്ടുന്ന ചില നാട്ടിൽ നിന്നും കൂട്ടുകാരിൽ നിന്നൊക്കെ കിട്ടുന്ന ചില വ്യക്തികൾ ഒന്ന് നന്നായി അവരുടെ ചലനവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാറുണ്ട്. പിന്നെ ഈ പുസ്തകങ്ങളിൽ തന്നെ എനിക്കത് പറ്റുന്ന സാധനമാണല്ലോ എന്ന് തോന്നിയാൽ ആ ചലനവും ചേഷ്ടകളും ഒക്കെ കഥാകൃത്ത് വരച്ചിടുന്നതെന്ന് എവിടെയെങ്കിലും പതിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ കുറേ കൊതിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ അപൂർവമായിട്ടൊന്ന് ഡയറക്ടർ പറയുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ ഈ ഏതെങ്കിലും ഓർമ്മ വരും. അപ്പോൾ എനിക്ക് പിന്നെ അതിൻ്റെ ചരട് മുറിഞ്ഞു പോകാതെ ഡയറക്ടറെ അനുസരിക്കാൻ പറ്റും, അതിലൂടെ കൃത്യമായിട്ട് സഞ്ചരിക്കാൻ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നൊരു എളുപ്പ വഴിയാണ്. അതല്ല അതിൻ്റെ രീതിയെന്ന് എനിക്ക് തോന്നണു. അത് ഇതുപോലെ കണ്ടുപിടിക്കുന്നതാണ് സാർ. ഇതുപോലെ ഉള്ള ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്കും ഞാൻ ഡയറക്ടർക്ക് ഇതാണെന്ന് പറയത്തില്ലെങ്കിൽ രഹസ്യമായിട്ട് ഞാൻ എൻ്റെ എളുപ്പത്തിന് മനസ്സിൽ കരുതി വെക്കുമെന്ന് പറഞ്ഞതാണ്. അത് ഇങ്ങനെ കിട്ടുന്നതൊക്കെയാണ്. ഹായ്, നമസ്തേ സാർ. എൻ്റെ പേര് അഭിജിത്ത്. അപ്പോൾ ആദ്യമേ സാറിൻ്റെ കഥാപാത്രങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിരിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കണ്ണീരിൽ ചിരി കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ സാറാന്ന് പറയാം. സാറിൻ്റെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കഥാപാത്രവും ഹോമിലെ ഒളിവർ ട്വിസ്റ്റ് തന്നെയാണ്. ഞാൻ മിക്ക സമയം അച്ഛൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇത് കണ്ട് പടി, ഇവിടെ ഉണ്ടൊരു അച്ഛൻ. അങ്ങനെ ഞാൻ സാറിൻ്റെ ഒളിവർ ട്വിസ്റ്റുമായിട്ടാണ് ഞാൻ മിക്കപ്പോഴും അച്ഛനെ കമ്പയർ ചെയ്യാറ്. അപ്പോൾ എപ്പോഴും സാറിൻ്റെ കഥാപാത്രങ്ങൾ നല്ല സെലക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സാറ് ഇങ്ങനെ കഥാപാത്രങ്ങൾ ഒറ്റയ്ക്കാണോ സെലക്ട് ചെയ്യുന്നത്, അതോ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ, അതായത് വൈഫോ മക്കളോ അങ്ങനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സാറിന് എപ്പോഴെങ്കിലും സിനിമയിൽ നിന്ന് ഇങ്ങനെ സാറിൻ്റെ രൂപത്തിനെ ബേസ് ചെയ്ത് കളിയാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ എപ്പോഴെങ്കിലും അതായത് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാനായിട്ട് ചെറുതായിട്ടിങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആദ്യം മോൻ ചോദിച്ചതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ, ഇത് മോൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാണെങ്കിൽ എൻ്റെ മക്കളും എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അത് മമ്മൂക്കയൊക്കെ കണ്ടിട്ട് അത് കണ്ടു പഠിക്കച്ച, ചുമ്മാ ഈ കോമാളിത്തരം കാണിച്ച് നടക്കാതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛനല്ലേ, അതുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്നതാ. പിന്നെ വിട്ടുപോകണമെന്ന് തോന്നിയിട്ടില്ല. കാരണം ഞാൻ അപ്പോഴത്തേക്കും തയ്യാറെടുത്ത് തന്നെയാണ് നിന്നത്. കാരണം എനിക്കല്ലാതെ മാറി ഇപ്പോൾ വിട്ടുപോയി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോഴത്തേക്ക് സിനിമയിൽ എൻ്റെ ഉപജീവനമായി കഴിഞ്ഞു ഈ വസ്ത്രാലങ്കാരം പരിപാടി. അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എന്തായാലും എനിക്കെന്നും കൊതി തന്നെയായിരുന്നു, ചേർന്ന് നടക്കാൻ കൊതിയായിരുന്നു. അതാ. ഹായ് സാർ. സാർ, എൻ്റെ പേര് സുജയ്. സാർ ഈ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, സ്ത്രീകൾക്ക് വേണ്ടി സമത്വം ആവശ്യപ്പെടുന്ന തെറ്റ്, WCC ഇല്ലായിരുന്നെങ്കിൽ കേസ് കുറച്ചുകൂടി ബെറ്റർ ആയേനെന്ന്. അത് നേരത്തെ താഹ മെൻഷൻ ചെയ്ത പോലെ ആ സിംപ്ലിസിറ്റി എന്ന് വന്ന സ്റ്റേറ്റ്മെൻ്റ് ആണോ, ഇല്ലെങ്കിൽ ഇപ്പോഴും ഇവിടുത്തെ പെണ്ണുങ്ങളെ രക്ഷിക്കാൻ ആണുങ്ങൾ മുന്നോട്ട് വരും എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ?
അങ്ങനെയൊന്നുമില്ല. അതാ അന്നത്തെ ഏതോ ചോദ്യത്തിന് മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഇപ്പോഴും അങ്ങനെ പരസ്പരം രക്ഷിക്കേണ്ടതില്ല. കാരണം പുരുഷന്മാരെക്കാളും മുകളിലാണ് സ്ത്രീകൾ. അവരെ രക്ഷിക്കാനും നമ്മൾ വെറുതെ നമ്മളെ വങ്കത്വം കൊണ്ട് പറയണതാ സ്ത്രീകളെ അങ്ങ് രക്ഷിച്ച് കളയാമെന്ന്. അവർ മനസ്സ് വെച്ചാലേ പുരുഷന്മാരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരൊന്നും മുകളിലാണ്. സാർ എൻ്റെ പേര് ഷിബിന. സാർ ഇപ്പം പറഞ്ഞു സാർ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള വ്യക്തികളെ യൂസ് ചെയ്യും, ചില സമയത്തെങ്കിലും യൂസ് ചെയ്യും. സാറിന് എപ്പെങ്കിലും ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ? സിനിമയിലോ അല്ലെങ്കിൽ പുറത്തോ ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ സാറിനൊക്കെ തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ എന്താ ഇത്രയും കൈൻഡ്നെസ് നമുക്ക് വേണ്ട, അത് നമുക്ക് എന്താ മോശമാണെന്ന് എപ്പെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്ങനെ ഒന്നുകൂടെ പറയൂ. സാർ ഇപ്പം ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണല്ലോ. അപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും സാറിനെ ഇങ്ങനെയുള്ള വ്യക്തികളെ യൂസ് ചെയ്യുമല്ലോ, അപ്പം സാർ അങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയില്ല. എനിക്കറിയാം നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം കാര്യങ്ങൾ മറുപടി പറയുമ്പോഴും സംസാരിക്കുമെന്നൊക്കെ എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഇല്ലെങ്കിൽ എനിക്കറിയാം നമ്മളെ സംഗതിയൊക്കെ ശരി, എൻ്റെ സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഒരുപാട് വളർന്നുവെങ്കിലും ഇപ്പോഴത്തെ കാര്യം അതല്ല. വളരെ സൂക്ഷിച്ച് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ കീറി ചെവിരിലൊട്ടിച്ച് കളയുമെന്ന് എനിക്കറിയാവുന്നുണ്ട്. ഞാൻ സൂക്ഷിക്കാറുണ്ട്. അഞ്ചാം പാതിരയിൽ റിപ്പർ രവി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ അഭിനയിച്ചു. അത് 10 സെക്കൻഡ് ഉണ്ടെന്നുണ്ടെങ്കിലും അത്രയും ഫാൻസ് സാർ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു സൈക്കോ കില്ലർ ക്യാരക്ടറായിട്ടുള്ള ഇനി ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ആരെങ്കിലും വിളിച്ച് തന്നാൽ എത്ര പേരെ വേണേലും ഞാൻ കൊല്ലും. ഹലോ സർ, എൻ്റെ പേര് രാജ്കീർത്തി എന്നാണ്. ഞാൻ ലണ്ടൻ മലയാളം റേഡിയോയ്ക്ക് വേണ്ടി വന്നതാണ് ആക്ച്വലി. അപ്പോൾ സാർ ആക്ച്വലി ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ ശരിക്കും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തിയാണ്. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തൊട്ട് KPAC നാടകങ്ങൾ, പിന്നെ റേഡിയോ. അപ്പോൾ പണ്ട് കാലത്ത് റേഡിയോയ്ക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റേഡിയോ താങ്കളെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളതെന്ന് പറയാമോ? ഒന്നും നേരത്തെ പറഞ്ഞ പോലെയുള്ള ആദ്യകാല കേൾവി, കാലത്ത് മുതലുള്ള പാട്ടും അങ്ങനെ എനിക്ക് അതിശയം തോന്നിയിട്ടുള്ളത് ഈ റേഡിയോ തന്നെയാണ്. എന്തൊരു അതിശയം, അതിനകത്ത് ഇത്രയും മാറി മാറി ഇത്രയും ശബ്ദവും ആൾക്കാരും എങ്ങനെ ഇതിനകത്ത് കയറുന്നു എന്നൊക്കെ ഉള്ളത് തന്നെയായിരുന്നു അതിശയം. പിന്നെ ഒരു ഇലക്ഷൻ വന്നാലോ നമ്മളെ വീട്ടിലില്ല, അപ്പോൾ അന്ന് എല്ലാവരും ഈ റേഡിയോ ഉള്ള കൂട്ടത്തിൽ അവിടെ ഒന്ന് തടിച്ചു കൂടിയിരിക്കും, നമ്മളൊക്കെ പോയിരിക്കും. അപ്പം അതൊരു വലിയ അനുഭവമായിരുന്നു. അത് കയ്യിൽ സ്വന്തമായിട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ സുഖം അങ്ങ് പോയി. അപ്പോൾ ഒന്നും പലതും കിട്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിപ്പോവും. എന്തായാലും ഈ ഒരു പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഏറ്റവും മഹാനായ ഒരു നടൻ നമ്മോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അങ്ങേയറ്റം തുറസ്സുള്ളതായിരുന്നു. മാതൃഭൂമിയുടെ എല്ലാ സാരഥികൾക്കും പ്രവർത്തകർക്കും നന്ദി. പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടനെ അങ്ങേയറ്റം